അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. ഏ ജനങ്ങളെ, തഖൂ റബ്ബക്കും, ജീവിത തിരക്കുകൾ എന്തുമാവട്ടെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ച ഒരു രക്ഷിതാവിനെ സൂക്ഷിച്ചു. അവനെ ജീവിതത്തിൽ മറന്നു പോകരുത്, അവനെ വിസ്മരിച്ചു കളയരുത്. രണ്ടാമത്തേത് നിങ്ങൾ ഓർക്കേണ്ടത് വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. മക്കളെ കൊണ്ട് പിതാവിനോ പിതാവിനെ കൊണ്ട് മക്കൾക്കോ പ്രയോജനം ലഭിക്കാത്ത, സ്വന്തമായി തീരുന്ന, തനിക്കു താൻ മാത്രമായി തീരുന്ന ഒരു ദിവസത്തെയും മറക്കരുതേ, രക്ഷിതാവിനെയും മറക്കരുതേ. പക്ഷേ ഈ ശക്തമായ വികാര വിചാരങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങളെ തെറ്റിലേക്കും ലക്ഷ്യബോധത്തിനും തിരിക്കാൻ രണ്ടു ഘടകങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാത്തിരിക്കുന്നുണ്ട്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ. ഇഹലോകത്തെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ജീവിതത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും തന്ന് ശരീരത്തിൻ്റെ നൂറുകണക്കിന് ആന്തരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ജീവിതത്തിൻ്റെ ദുഃഖ സന്തോഷങ്ങൾക്ക് നിമിത്തമായി നിൽക്കുന്ന റബ്ബിനെ മറന്നു പോകരുതേ. നിസ്സഹായമായ ഒരു ദിവസത്തെ മറന്നു പോകരുതേ. പക്ഷേ മറപ്പിച്ചു കളയും നിങ്ങളെ, ഇഹലോക ജീവിതം മറപ്പിച്ചു കളയും നിങ്ങളെ. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ. പണി തീരാത്ത വീടും, പണം കിട്ടുന്നതെല്ലാം ചെലവഴിച്ചാലും പണി അവസാനിക്കാത്ത വീടും, ബന്ധുക്കളും കുടുംബങ്ങളും കച്ചവടങ്ങളും വ്യവഹാരങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളെ ഈ ചിന്തകളിൽ നിന്ന് വഴിതെറ്റിച്ചു വിടും, വഞ്ചിച്ചു കളയും. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. മഹാവഞ്ചകനായ പിശാച് ഓരോ നിമിഷവും ലക്ഷ്യത്തിൽ നിങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ചതിക്കാതിരിക്കട്ടെ. സഹോദരങ്ങളെ, മനസ്സിലാകാൻ സമയമെടുത്താൽ മരണത്തിന് മുമ്പ് ചിന്തിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും മരണത്തിന് മുമ്പ് ബോധ്യപ്പെടാതെ പോയാൽ ഖേദിച്ചു പോകും. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും, ഖുർആൻ സത്യമാണെങ്കിലും, പരലോകം യാഥാർത്ഥ്യമാണെങ്കിലും, അതിൻ്റെ തെളിവുകൾ പകല് പോലെ വ്യക്തമാണെങ്കിലും, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. ഈ ക്ഷണികമായി കടന്നു പോകുന്ന ദുനിയാവിനെയാണ് നിങ്ങൾക്കിഷ്ടം. നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ ഓട്ടങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആലോചനകളും എല്ലാം കാണിക്കുന്നത് ക്ഷണികമായ ജീവിതത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. വത്തദറൂനൽ ആഖിറ. സഹോദരങ്ങളെ, ഈ ചോദ്യം മനസ്സാക്ഷിയോട് ചോദിക്കണം നമ്മൾ. ഇന്നെങ്ങാനും കണ്ണു ചിമ്മി ഞാനും നിങ്ങളും മരിച്ചാൽ ഹൃദയമറിയുന്ന റബ്ബിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കാനാകുമോ, റബ്ബേ, നീ എനിക്കു തന്ന പണത്തിൽ നിന്റെ ദീനിനാണു ഞാൻ പ്രാധാന്യം നൽകിയത്. വേദനിക്കുന്ന തുക ഞാൻ ഒന്നിച്ചു പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതു നിന്റെ മതത്തിനു വേണ്ടിയാണ്. കടത്തിൻ്റെ ടെൻഷനാ ഞാനേറെ അനുഭവിച്ചിട്ടുണ്ട്, അതിൽ ചിലതെല്ലാം നിന്റെ ദീനിനു വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്താനാകുമോ? പലരെക്കുറിച്ചും ഞാൻ ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് നിന്റെ ദീനിനു വേണ്ടിയായിരുന്നു എന്ന് പറയാനാകുമോ? വത്തദറൂനൽ ആഖിറ. പരലോകത്തെ അവർ ഉപേക്ഷിച്ചു കളയുകയും ചെയ്യുന്നു. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? ചിരിയും സന്തോഷങ്ങളും ദുഃഖങ്ങളും കരച്ചിലുകളും മരണത്തോടെ തീരുമെന്നവർ വിചാരിച്ചു. സഹോദരങ്ങളെ, വിശ്വസിച്ചോ, ഈ കണ്ണുകൾക്കിപ്പോൾ കാഴ്ചയ്ക്കു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത കാഴ്ചകൾ നൽകി ഇതിനേക്കാളും ശക്തമേറിയ മൂർച്ചയേറിയ കാഴ്ചകൾ തന്ന് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നു പുതിയൊരു ലോകത്തെ. വലഖദ് കശഫ്നാ അൻക ഗിത്താഅക ഫബസറുകൽ യൗമ ഹദീദ്. നിന്റെ കണ്ണിന്റെ കവചങ്ങളെ നീക്കിയിരിക്കുന്നു ഇപ്പോൾ, നിന്റെ കണ്ണുകൾക്ക് മൂർച്ച പ്രാപിച്ചിരിക്കുന്നു ഇപ്പോൾ. സഹോദരങ്ങളെ, ഇവിടെ കാണാൻ ഈ കണ്ണു മതി, ഇവിടത്തേതല്ലാത്ത കാഴ്ച കാണാനിരിക്കുന്നു മരണത്തിനപ്പുറത്ത്. ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്ന ലോകം, ഇതുവരെ കണ്ണു കാണാത്ത കാഴ്ചകൾ കാണുന്ന ലോകം, ഇതുവരെ മനസ്സുകൾ വിഭാവന ചെയ്യാത്ത ഭാവനകൾ വിടരുന്ന ലോകം. അതേതാണ് ലോകം?
ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു മനസ്സിനും മനസ്സിലാക്കുക സാധ്യമല്ല. എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല, കഴിഞ്ഞ യുഗങ്ങളിൽ മനസ്സിലായിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്ന ഒരു ബുദ്ധിക്കും മനസ്സിലാകയില്ല. നാളെ സ്വർഗത്തിൽ അല്ലാഹു എന്തൊക്കെയാണ് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഒരുക്കി വെച്ചത് എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തതാണ് അവിടെ കാണുന്നത്. വലാ ഉദുനുൻ സമിഅത്ത്, ഒരു കാതും ഒരിക്കൽ പോലും കേൾക്കാത്ത ശബ്ദം കേൾക്കുന്ന ഒരു സ്വർഗം. ഒരു മനസ്സും ഭാവനയിൽ കാണാത്തതു കാണുന്ന സ്വർഗം. ചിരികൾ അടങ്ങുമോ മരണത്തോടുകൂടെ? ഇല്ല സഹോദരങ്ങളെ, ചിരിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ലാഹികത്തും മുസ്തബ്ശിറ, ലാഹികത്തും മുസ്തബ്ശിറ, സന്തോഷിച്ചാഹ്ലാദിച്ചു ചിരിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ. കരയുമവിടെ, പൊട്ടിക്കരയുമവിടെ. വലിയ രോദനങ്ങൾ. സമിഊലക ശഹീകം വഹിയത്തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈള് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ആർത്തട്ടഹസിക്കുന്ന അലയിലുകൾ ഉയരും നരകത്തിൽ നിന്ന്. കരച്ചിലുകൾ മരണത്തോടെ തീരില്ല, ചിരികളും മരണത്തോടെ അടങ്ങില്ല. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ വുജൂഹുൻ യൗമഇദിൻ നാദിറ. ബാക്കി കേട്ടോ, പ്രശോഭിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ, പ്രകാശിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ, പ്രശോഭിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ. ഇലാ റബ്ബികാ നാദിറ, വർഷങ്ങളോളം കാത്തിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവിനെ, റബ്ബിനെ കണ്ടുകൊണ്ട് സന്തോഷ നിർവൃതി അണിയുന്ന കാഴ്ച സുഹൃത്തെ മരണത്തിനപ്പുറത്താണുള്ളത്. ഇപ്പുറത്തെ സ്വപ്നങ്ങളിൽ നിന്നും ഒരല്പസമയം മനസ്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. വവുജൂഹുൻ യൗമഇദിൻ ബസിറാ, ചില മുഖങ്ങളുണ്ടവിടെ ചുളിഞ്ഞിരിക്കും. അത് സാധാരണ ചുളിച്ചിലല്ല. തളുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറാ, ഏതോ വലിയൊരു ദുരന്ത ഭൂമിയിൽ വിപത്തു കാത്തു പേടിച്ചു നിൽക്കുന്നവന്റെ മുഖം എത്ര ഭയാനകമാണോ അതുപോലെയുണ്ട് ചില മുഖങ്ങൾ അവിടെ. അനുഭവങ്ങൾ പരലോകത്തുണ്ട്, മരണത്തിനപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കാത്തവരെ ആയത്തിന്റെ ബാക്കി കേട്ടോ. കല്ലാ ഇദാ ബലഗത്തിത്തറാഖിയ, വികാരങ്ങളും വിചാരങ്ങളും അനുഭവങ്ങളും മരണത്തിനപ്പുറത്തില്ലെന്നു ധരിച്ചവരെ, നിങ്ങൾക്ക് മനസ്സിലാകും അത് സത്യമാണെന്നെപ്പോൾ. കല്ലാ ഇദാ ബലഗത്തിത്തറാഖിയ, മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മരിക്കുന്നതുവരെ മരുന്നുമായി നീട്ടിയ കൈകൾ, മരിക്കുന്നതുവരെ ദാഹജലം തരാൻ നീണ്ട കൈകൾ പിൻവലിയുകയാണ്. ആശ്വാസത്തിന്റെ വാക്കുകൾ ചെവിയിൽ കേൾക്കാതിരിക്കുകയാണ്. തലോടുന്ന സ്പർശനങ്ങൾക്ക് അനുഭവമില്ലാതാവുകയാണ്. അതാ അഗാധതയിൽ നിന്നും ഒരു ചോദ്യം, ആരും കേൾക്കാത്ത ചോദ്യം. ദുനിയാവകലുമ്പോൾ, പരലോകം അടുത്തു വരുമ്പോൾ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ചോദ്യം. വക്കീലമൻ റാഖ്, ആശ്വസിപ്പിക്കാൻ ആരാണുള്ളത്? ഈ വേദനകൾക്ക് തണലേകുവാൻ, ഈ വേദനകളിലൊന്നൂതുവാൻ ഏതു ചുണ്ടുകൾ കാണാവുക, ആർക്കാണാവുക? സഹോദരങ്ങളെ, ആ തിരിച്ചറിവ് പുതിയ അനുഭവത്തിന്റെ ലോകമാണ്. മരണത്തിരിപ്പുറത്ത് കാണാത്തതു കാണാൻ തുടങ്ങുകയാണ്. പക്ഷേ സമയം അവസാനിച്ചിരിക്കുന്നു. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, രക്ഷിതാവിങ്കലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. കാൽകളില്ലാതെ, വാഹനങ്ങളില്ലാതെ, നിമിത്തങ്ങളില്ലാതെ യാത്രയതാ മലക്കുകളിലൂടെ പുതിയ ലോകത്തേക്ക് നീങ്ങുന്നു. സഹോദരങ്ങളെ, മനസ്സിലാക്കാൻ മറന്നുപോണ്ട. പരലോകത്ത് വന്ന് ജീവിതത്തിന്റെ എല്ലാ പച്ച യാഥാർത്ഥ്യങ്ങളും കണ്ടവർ പരലോകത്ത് വെച്ച് പറയുന്ന വാക്കിതാ കേട്ടോ. വല്ല സംശയവും മനസ്സിലുണ്ടെങ്കിൽ നീക്കിക്കോ. റബ്ബനാ അമത്തനത്നതൈൻ വഅഹ്യൈതനത്നതൈൻ, റബ്ബേ 2 പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചുവല്ലോ, 2 മരണം ഞങ്ങൾക്കു നീ തന്നുവല്ലോ, 2 ജീവിതം ഞങ്ങൾക്കു നീ തന്നുവല്ലോ. സഹോദരങ്ങളെ, ഏതാണ് 2 മരണം? ഏതാണ് 2 മരണം? ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കവേ
ആത്മാവിനെ ഊതുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശവമായിരുന്നു, മയ്യത്തായിരുന്നു, ജഡമായിരുന്നു. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഏതു നിമിഷമാണോ ആത്മാവിനെ എനിക്കു ലഭിച്ചത്, ആ നിമിഷം വരെ ഞാൻ ജീവനില്ലാത്ത ശവമായിരുന്നു, മയ്യത്തായിരുന്നു. ആത്മാവ് വന്നു ജീവന്റെ തുടിപ്പാരംഭിച്ച നിമിഷം മുതൽ ഒരു പുതിയ ജന്മം തുടങ്ങുകയാണ്. ഒരു മരണവും കഴിഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് വന്നവരാണ് ഞാനും നിങ്ങളും. സഹോദരങ്ങളെ, ഇനിയുമുണ്ടൊരു മരണം. താടി കെട്ടിക്കിടക്കുന്ന മരണം, പെരുവിരലുകൾ അകലുമ്പോൾ കാലുകൾ ഒന്നിച്ചു നിർത്താൻ തുണിക്കഷ്ണം കൊണ്ട് കൂട്ടിക്കെട്ടിക്കിടത്തുന്ന മരണം. അതിനപ്പുറത്താണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം കിടക്കുന്നത്. അവിടേക്കു നമ്മളെത്തും. ഗർഭപാത്രത്തിന് പുറത്തെത്തിയതുപോലെ ഭൂമിയിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക്, പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മൾ മാറും. ഉറക്കത്തിലെ പോലെ പുതിയ കാഴ്ചകളെ നമ്മൾ കാണും, പുതിയ അനുഭവങ്ങളെ നമ്മൾ കാണും. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അതാണ് ഗ്രന്ഥം. അംഗീകരിച്ചോ ശ്രോതാക്കളെ നിങ്ങൾ, അതാണ് ഗ്രന്ഥം. യുഗങ്ങളെ അതിജീവിച്ച ഗ്രന്ഥം. പ്രപഞ്ചനാഥന്റെ സൂര്യനെ പണിത കൈകളിൽ നിന്ന്, സൂര്യനെ പണിത രക്ഷിതാവിൽ നിന്ന് വന്ന വാചകം. വാക്കുകൾ അവൻ്റേതാണ്, ആശയം അവൻ്റേതാണ്. ഈണമുള്ളത് കൊണ്ട് കവിതയല്ലത്. വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലമ്മാ തുഅ്മിനൂൻ. ഭാവി പറഞ്ഞതുകൊണ്ട് ജോത്സ്യന്റെ വചനങ്ങൾ അത് അല്ലത്. വമാ ഹുവ ബിഖൗലി കാഹിൻ ഖലീലമ്മാ തദക്കറുൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. റബ്ബിൻ്റെ അടുക്കെന്ന് വന്നതാ ഖുർആൻ. അതങ്ങനെ വിശ്വസിക്കാം. ലാ റൈബ ഫീഹി, അതിൽ സന്ദേഹമില്ല. ഹുദൻ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനമാണ്. എന്താണ് അവരുടെ ഗുണം? ഒന്നാമത്തെ ഗുണം കേട്ടോളൂ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കും. എന്താ പ്രശ്നം അറിയോ? വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞാലും അത് ഇന്റെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അത് സത്യം. സാക്ഷാൽ അഗ്നിയിൽ ഒന്നും പറ്റാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പുറത്തേക്ക് വന്നു. വിശ്വാസമുണ്ടോ? മനസ്സിലായി? വിശ്വാസമുണ്ടോ സഹോദരങ്ങളെ? അവർക്കേ ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ആ ഖുർആൻ സംശയരഹിതമായി സ്വീകരിച്ചാൽ സ്വർഗവും നരകത്തെയും കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ അങ്ങനെ തന്നെ ഇങ്ങനെ മനസ്സിലാവും. സറാബീലുഹും മിൻ ഖത്റാൻ, ടാറിൻ്റെ വസ്ത്രങ്ങളാണ് നരകത്തിൽ അണിയപ്പെടുന്നത്. കേൾക്കുമ്പോഴൊക്കെ മനസ്സിക്ക് ബേജാർ. ഖുർആനാ പറയണത്. നരകത്തിൻ്റെ ചീഞ്ഞ ജലം കുടിച്ചാൽ ആമാശയങ്ങൾ പൊട്ടിപ്പിളർന്നു പോകും. നരകത്തിലെ ചെരുപ്പ് കാലിൽ ധരിച്ചാൽ തലയോട്ടികൾ ഇതാ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, അങ്ങനെ വിശ്വസിച്ചാൽ ആളുകൾക്ക് എങ്ങനെ മാറാതിരിക്കാൻ പറ്റുക? ഞാൻ കുറ്റപ്പെടുത്താനാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. എന്നോട് സമതൊക്കെ പറഞ്ഞ ഈ സദസ്സിൽ ഞാൻ കാണുന്ന പുരുഷന്മാരെക്കാളും അധികം സ്ത്രീകൾ അപ്പുറത്തുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ മുൻനിർത്തി പറയാം സഹോദരങ്ങൾ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളെ ഭാര്യമാരും കുട്ടികളും വീട്ടിൽ കയറുമ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് അവരോട് ചോദിക്കുക, അതാ നാളെ പരലോകത്തൊരു സത്യസന്ധമായ വിചാരണക്ക് മുമ്പിൽ ഈ വസ്ത്രം അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെട്ട വസ്ത്രമാണെന്ന് പറയാൻ നിനക്ക് പറ്റുമോ എന്ന് ഭാര്യയോട് ചോദിച്ചു നോക്കുക. ആ എന്നവൾ പറയുമെങ്കിൽ സഹോദരങ്ങളെ, ആ വസ്ത്രത്തിന് പിന്നിൽ ആരും സഹായിക്കാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ കൊടുക്കുന്നവർക്കും അങ്ങനെ ചെയ്യുന്നവർക്കും മാത്രമേ ദീനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ദീനിനെ പറ്റി അഭിപ്രായം പറയുന്നവരും ദീനിൻ്റെ CD കൊണ്ടെടുക്കുന്ന ആൾക്കാരും ദീനിന് സംഭാവന തരുന്നവരുമെല്ലാം ഇത് ഉൾക്കൊണ്ടവരാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല സഹോദര. വിശ്വാസം, എൻ്റെ വിശ്വാസം ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന വിശ്വാസമാണ്. വൽമലക്കു അലാ അർജാഇഹാ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ തമാനിയ യൗമഇദിൻ തുറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. ശ്രദ്ധിച്ചു കേട്ടോ സഹോദരങ്ങളെ, കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ 8 കൂട്ടം മലക്കുകൾ അള്ളാഹുവിൻ്റെ സിംഹാസനവുമായി എത്തുമ്പോൾ, ഇനിയുള്ള ആയത്താണ് ശ്രദ്ധിക്കേണ്ടത്.
ഫയൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. ഒരു രഹസ്യവും രഹസ്യമായി നിൽക്കാത്ത ദിവസം. മനുഷ്യന്റെ മുഴുവൻ രഹസ്യവും പുറത്തേക്ക് കൊടുന്നിട്ട് പടച്ചോന്റെ മുമ്പിലാണ് നിൽക്കുമെന്ന് സഹോദരങ്ങളെ ആരുൾക്കൊണ്ടു ഇവിടെ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കാനുള്ള ആത്മധൈര്യം പോലും വിശ്വാസം കൊണ്ട് കൈവിടാത്തവനോ, ഒരു ബീഡിക്കുറ്റി ചുണ്ടിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് അതിനോട് പോലും സമരം ചെയ്യാൻ പറ്റാത്തവൻ, സഹോദരങ്ങളെ എന്ത് വിശ്വാസമാണ് ഹൃദയത്തിൽ കിടന്നു എന്ന് പറഞ്ഞത്? രക്തം പുഴ പോലെ ഒഴുകുന്ന സ്ഥലത്ത് ശത്രു മുമ്പിൽ നെഞ്ചൂക്കോടുകൂടെ നിന്ന അതേ ഖുർആൻ നമ്മളെ ഉള്ളിലുണ്ട് എന്ന് പറയാൻ സഹോദരങ്ങളെ എന്തു തെളിവാണ് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാനുള്ളത്? മാറിനെ പറ്റി നിങ്ങൾ നല്ലോണം ആലോചിച്ചോളി. എവിടുന്ന് തുടങ്ങുന്ന വെച്ചാൽ മരിക്കുന്നതിന് മുമ്പ് നാം തീരുമാനിച്ചുറപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് എണ്ണി ഞാനൊന്നാണ് പറയാം, ഒന്ന് ഓർത്തു വെച്ചോളൂ. ഒന്നാമത്തത് വിശ്വാസമാണ്. സഹോദരങ്ങളെ നമുക്ക് മാത്രമേ അതുള്ളൂ. ഇവിടുത്തെ നിരീശ്വര നിർമ്മതവാദികൾക്ക് പോലും സഹോദരങ്ങളെ അന്ധവിശ്വാസങ്ങളുണ്ട് ജീവിതത്തിൽ. അവർ തീരുമാനിച്ച സമ്മേളനങ്ങളും ഡേറ്റുകളും ഒരു മാറ്റിവെക്കലുണ്ട്. മരിച്ചിട്ടേ ഏതു മതസ്ഥനാകട്ടെ, മരിച്ചിട്ട് കുപ്പായം തുണിയും അല്ലെങ്കിൽ പാവടയൊക്കെ അയച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു നൂല് കയ്യുമ്മേ കാലുമ്മേ അരയിലോ ഇല്ലാത്തത് സഹോദരങ്ങളെ മുവഖിദുകളായ എനിക്കും നിങ്ങൾക്കുമല്ലാതെ ലോകത്താർക്ക് അവകാശപ്പെടാൻ പറ്റും? മരിക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടമ, ഒരു കടമയെ നമുക്ക് നിർവഹിക്കാനുള്ളൂ പരമപ്രധാനമായി. ഞാൻ ഏതു നിമിഷം മരിച്ചാലും എനിക്കൊരു കടമയുണ്ട്. എനിക്ക് ജീവൻ തന്നവനോട്, എൻ്റെ ഹൃദയത്തിൻ്റെ താളക്രമങ്ങൾ നിയന്ത്രിക്കുന്നവനോട്, എൻ്റെ വൃക്കകളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനോട്, എൻ്റെ ആന്തരികമായ നൂറുകണക്കിന് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രക്ഷിതാവിനോട്, ജീവൻ തന്നവനോട് എനിക്കൊരു കടമയുണ്ട്. അവനെയല്ലാതെ ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ, അവനോടല്ലാതെ ഞാൻ ആരാധിച്ചുകൂടാ, അവനല്ലാതെ നേർച്ച നേർന്നുകൂടാ. ഈ ഒന്നാമത്തെ കടമ നിർവഹിക്കുന്നതിൽ സഹോദര ഞാനും നിങ്ങളും വിജയിച്ചിരിക്കുന്നു. മല്ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. ശിർക്ക് ചെയ്യാതെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആർക്ക് പറ്റിയോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും പ്രത്യാശിക്കാം. ചെയ്ത തിന്മകളുടെ ശിക്ഷകൾ ഒരു പക്ഷേ ഏറ്റുവാങ്ങേണ്ടി വരുന്നു മാത്രം പ്രതീക്ഷിക്കാം. സഹോദരങ്ങളെ, രണ്ടാമത്തത് ആരാധനയാണ്. ഞങ്ങൾ അധികം വലിയ തികഞ്ഞ ആൾക്കാരൊന്നും ആകണ്ട. ഇസ്ലാംകാർ 5 എണ്ണം ഉണ്ടായിക്കോട്ടെ, നല്ലതാ സഹോദര. 5 എണ്ണം. എനിക്കറിയാം, ഒരു പട്ടണത്തിൽ അവിടെ സക്കാത്ത് കൊടുക്കുന്ന ആളുകളിൽ 2.5% ആളുകൾ പോലും 2.5% ആളുകൾ അവിടെ സക്കാത്ത് കണക്കൂട്ടി പള്ളിക്ക് കൊടുന്നു കൊടുത്തപ്പോൾ ആ ടൗണിലെ പ്രശ്നം തീർന്നു. ഭക്ഷണത്തിന് വകല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കടലാസ് തുണ്ടിൽ എഴുതി തന്നാൽ മതി, ആ പള്ളിക്കെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഈ മുനിസിപ്പാലിറ്റിയിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വിഷമമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു തുണ്ട് കടലാസിൽ എഴുതി തന്നാൽ മതി. അവിടെയുള്ള ഫണ്ട് എന്താ നിങ്ങൾ ആ നാട്ടിലെ സക്കാത്ത് കൊടുക്കുന്നവരുടെ 2.5%. സഹോദര, ഇന്ന് വൈകുന്നേരം ഈ ക്ലാസ് കഴിഞ്ഞു പോയി മറന്നു കെട്ടി വീണാൽ സക്കാത്തിന്റെ കണക്ക് ചോദിക്കും കബർന്ന്. രക്ഷപ്പെടാൻ പറ്റുമോ? കൂട്ടിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? മുഖത്തും മുതുകത്തും നെറ്റിത്തടങ്ങളിലും സക്കാത്ത് കൊടുക്കാൻ ബാക്കിയുള്ള സ്വത്തുക്കളെ കൊണ്ട് ചൂടുവെക്കും. കനസ്തും സൂക്ഷിച്ചു വെച്ചത് അനുഭവിച്ചു എന്ന് പറയും. സഹോദരങ്ങളെ, സക്കാത്ത് നിസ്കാരം കണിശതയോടുകൂടെ തൊട്ടടുത്ത പള്ളിയിൽ ജമാഅത്തിൻ്റെ സമയത്ത് പോയി കൃത്യതയോടെ നിർവഹിക്കാനുള്ള ബോധം നമ്മളിൽ ഉണ്ടാവണം. 2 ഞാൻ പറഞ്ഞു, ആരാധനകളിലുള്ള നിഷ്ഠ ഏറ്റവും പ്രധാനമാണ് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞ നിസ്കരിക്കാത്തൊരു കുറേയുണ്ട് നമ്മളെ കൂടുതൽ എന്ന് പറഞ്ഞാൽ 5 ഒത്ത് നിസ്കരിക്കാത്തതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മസ്ജിദുൻ നബവിയിൽ വന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ റസൂലുള്ളാഹിൻ്റെ മുമ്പ് നിന്ന് നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹിക്ക് സലാം വേണ്ടി പറയാൻ വന്ന മനുഷ്യനോട് റസൂലുള്ള പറഞ്ഞു, ഇന്നക്കലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിയുടെ ചാരത്ത് നിന്ന് പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ച വ്യക്തിയോട് മുഖത്ത് നോക്കി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നക്കലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല. ആവർത്തിച്ച് നമസ്കരിച്ച് 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം ചോദിച്ചു, റസൂലേ, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് എനിക്കൊന്ന് പഠിപ്പിച്ചു തരൂ പ്രവാചകരെ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു,
സുജൂദിലും റുക്കൂഇലും തമഅനീനത്ത് വേണം, അടക്കം വേണം, ശാന്തത വേണം. സഹോദരങ്ങളെ, റുക്കൂഇലേക്ക് പോയി, സുജൂദിലേക്ക് പോയി, അങ്ങനെ തന്നെ പൊന്തുന്ന വ്യവസ്ഥയും ചിട്ടയും അടക്കവുമില്ലാത്ത നമസ്കാരമാണോ? നമസ്കരിക്കാത്ത നിങ്ങളുടെ അയൽവാസിയും നിങ്ങളും സമമാണെന്നു തിരിച്ചറിഞ്ഞോ? എങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞു അങ്ങനെ നമസ്കരിക്കണം. അതുകൊണ്ട് സഹോദര, പുസ്തകങ്ങൾ വാങ്ങി പഠിച്ചേ പറ്റൂ, സീഡികൾ കേട്ടു പഠിച്ചേ പറ്റൂ, കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് വായിച്ചു മനസ്സിലാക്കിയേ പറ്റൂ. മലയാളത്തിൽ ലഭിക്കുന്ന കർമ്മശാസ്ത്ര പുസ്തകങ്ങൾ വെച്ച് ദീനു പഠിച്ചില്ലെങ്കിൽ നിസ്കരിച്ചിട്ടും നമസ്കരിക്കാത്തവരായി പരലോകത്തെത്തും. ആരാധനകളെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ശരിയാക്കണമെന്ന് ആഗ്രഹിച്ചോ? അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിച്ച നമസ്കാരവുമായി എനിക്ക് മരിച്ചു കണ്ണടക്കണമെന്നാഗ്രഹിച്ചോ, എന്നാശിച്ചോ? അതിനുവേണ്ടി ശ്രമിച്ചോ? സഹോദരങ്ങളെ, അടിസ്ഥാനപരമാണിത്. അത് പോകട്ടെ, രണ്ടു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വിശ്വാസത്തിൻ്റെ കാര്യം, ആരാധനയുടെ കാര്യം. സഹോദര, നല്ലവണ്ണം ശ്രദ്ധിച്ചു. സൂക്ഷ്മതയും ആർക്കുമില്ല. സഹോദര, ഉറപ്പിച്ചു പറയാൻ ആർക്ക് പറ്റും? റബ്ബ്, എൻ്റെ കച്ചവടത്തിൽ എൻ്റെ റബ്ബ് എനിക്ക് ബർക്കത്ത് തരും, എൻ്റെ ജോലിയിൽ എൻ്റെ റബ്ബ് എനിക്ക് ബർക്കത്ത് തരും. കാരണം അതിലൊരണ പൈസ പോലും അവൻ ഇഷ്ടമില്ലാതെ എൻ്റെ അടുക്കൽ വന്നു ചേരുന്നില്ലെന്ന് പറയാൻ ആർക്ക് പറ്റും? സഹോദര, സമാധാനത്തോടെ ഉറങ്ങേണ്ട വീടിൻ്റെ ഭിത്തികളിൽ എവിടെയും അല്ലാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ച, അതിലേറ്റവും ചെറുതുപോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ, പലിശയുടെ കറയില്ലാത്ത, പലിശയുടെ പൊടിയില്ലാത്ത സ്വത്തുക്കളും അനുഭവിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമോ എന്ന് സുഹൃത്തുക്കളെ ഗൗരവത്തോടെ ഓർത്തോ, ഗൗരവത്തോടെ ചിന്തിച്ചോ. അങ്ങനെയൊക്കെ ഭയപ്പെട്ടു ജീവിക്കുന്നവരിവിടെയുണ്ട്. ഞാൻ ജീവിതത്തിൻ്റെ മുഴുവൻ ബർക്കത്തുകളും ഉടയവൻ്റെ കൈകളിലാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രപഞ്ചത്തിൻ്റെ രാജാവേതോ അവൻ്റെ കയ്യിലാണ് അനുഗ്രഹങ്ങൾ സർവ്വതുമുള്ളത്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ഇൻ സ്വദ്ദഖാവ ബയ്യന, സത്യം പറഞ്ഞു വെളിവാക്കി ശരിക്കു കച്ചവടം ചെയ്താൽ ബർക്കത്തുണ്ടാകും. നുണ പറഞ്ഞു നേടിയാൽ പണമുണ്ടാകും, പക്ഷേ ബർക്കത്തുണ്ടാകില്ലെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. നിങ്ങളെ ഹറാമ് തിന്നണ്ട വിചാരിച്ച് കുട്ടിനെ പട്ടിണി കിട്ടവരുണ്ട് നാട്ടിൽ. ഇന്നും വാടകപ്പരയിൽ താമസിക്കുന്നവരുണ്ട് നാട്ടിൽ. പട്ടിണി മാറി ഭക്ഷിക്കാൻ കഴിയാത്തവരുണ്ട് നാട്ടിൽ. സഹോദരങ്ങളെ, പലിശ തൊടാതിരിക്കാൻ വാഹനങ്ങൾ ഉപയോഗിക്കാത്തവരുണ്ട് നാട്ടിൽ. പലിശ തൊടാതിരിക്കാൻ ഉള്ള വസ്ത്രങ്ങൾ അലക്കി ഉടുക്കുന്നവരുണ്ട് നാട്ടിൽ. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതും റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തതും ഫഖ്ദനൂ ബിഹർബിൻ മിനല്ലാഹ്, ആ പലിശയെ ഞാൻ തൊടില്ല. ഹജ്ജ് കഴിഞ്ഞ് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ ഇനി പലിശയുമായി എനിക്ക് ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ത്യാഗം പ്രഖ്യാപിച്ചു വന്ന ഹാജിമാരുണ്ട് നാട്ടിൽ. മരിക്കേണ്ട മുന്നേ തീരുമാനിച്ചു. ആർക്കാ സഹോദര അത്? ആർക്കും വേണ്ടിയാ? കേൾക്കണോ സഹോദര? ആർക്കാണ് ഈ സമ്പാദിച്ചു കൂട്ടുന്നത്? ആർക്കു വേണ്ടിയാണ് ഹറാമിൻ്റെ വീടുണ്ടാക്കിയത്? ആർക്കു വേണ്ടിയാണ് ഹറാമിൻ്റെ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കിയത്? മരിക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ കിടന്നെങ്കിലും നമുക്ക് മരിക്കാം. പക്ഷേ പലിശയുടെ ഇടപാടുമായി കബറിലേക്ക് ഇറങ്ങിയാൽ, സക്കാത്തിന്റെ വിനിമയത്തിന്റെ കടവുമായി കബറിലേക്ക് ഇറങ്ങിയാൽ എന്നെയും നിങ്ങളെയും ഏറ്റെടുക്കാൻ ആരാണുള്ളതെന്ന് ചിന്തിച്ചോ? ദവിൽ മീറാതു യക്തസിമൂന മാലി വലാ യദുറൂന അൻജഹദൂദു യുനി. നമ്മൾ മരിച്ചാലേ ഒക്കെ ആൾക്കാർ ഓഹരി വെച്ചെടുക്കും, നമുക്കൊന്നും ഉണ്ടാവില്ല. സഹോദരങ്ങളെ, ഹറാമ് കലരാതെ ഞാൻ എന്താണ് കാല് നീട്ടിക്കിടന്നാണ് മരിച്ചാൽ, റബ്ബേ ഹറാമൊന്നും എൻ്റെ ദേഹത്തില്ല, നിനക്കിഷ്ടമില്ലാത്തൊരു പണമല്ല, അത്ര സുഖല്ല ജീവിതം ദുനിയാവിലില്ല. സഹോദരങ്ങളെ, നമ്മുടെ സ്വത്തിലെവിടെയും മാലിന്യങ്ങളില്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം, മനസ്സ് ഫ്രീ ആയി ജീവിക്കാം. ഒന്നും കൂടെ ഞാൻ പറയാം, സഹോദരങ്ങളെ, നിഷ്ക്രിയരായിട്ടിരിക്കരുത്, സമയം നഷ്ടപ്പെടുത്തരുത്. ഞാൻ ആരാണ് നിങ്ങൾക്കറിയോ? എനിക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജനിച്ച ദിവസം. എനിക്കൊരു മരണത്തീയതിയുണ്ട്, അള്ളാഹുവിന് മാത്രം അറിയുന്ന. ജനിച്ച ദിവസത്തിൻ്റെയും മരിക്കുന്ന ദിവസത്തിൻ്റെയും ഇടക്കുള്ള കാലഘട്ടമാണ് ഞാൻ.
അല്ലേ? അതല്ലേ ഞാൻ? ആ കാലം, അതാണു ഞാൻ. ആ കാലത്തിൽ ഞാനൊരു തിന്മ ചെയ്താൽ അതിനൊരു സമയമുണ്ട്. ഒരു ഫോട്ടോ എടുത്താൽ മൊബൈലിലുണ്ടാവും അതിൻ്റെ സമയം, സെക്കൻഡ് അടക്കം ഉണ്ടാവില്ലേ? ഒരു ഫോൺ വന്നാൽ ഉണ്ടാവില്ലേ ഒരു സമയം? ഉണ്ടാവില്ലേ കൃത്യമായിട്ട്? സഹോദരങ്ങളെ, എല്ലാ തെറ്റുകൾക്കും സമയമുണ്ട്, എല്ലാ നന്മകൾക്കും സമയമുണ്ട്. തെറ്റുകളും നന്മകളുമായി നമ്മുടെ സമയം തീരുകയാണ് ജീവിതത്തിൽ. അതുകൊണ്ട് ഒരു നിമിഷവും പാഴാക്കി കളയരുതേ. അതാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. സഹോദരങ്ങൾ, ഇതൊരു കൂട്ടായ്മയാണ്. ഇവിടെല്ലോലും ഉണ്ടാകാം, പുറത്തുലോലൊക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മരിക്കുന്നതിന് മുമ്പ് ദുനിയാവുന്ന എന്തെങ്കിലും കൊണ്ടുപോകാൻ വിചാരിക്കുന്ന ആൾക്കാർ ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ദഅവത്ത് തന്നെയാണ് സഹോദരങ്ങളെ. അതിനേക്കാളും നല്ലതൊന്ന് നമുക്ക് ചെയ്യാനില്ല, പ്രബോധനം. അപ്പം അതെങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കും, എങ്ങനെയെന്ന് ചോദിക്കും. ഞാൻ സത്യം പറയട്ടെ, ഇന്നത്തെ ദിവസം ഞാൻ 2 മാസം മുമ്പ് എൻ്റെ വ്യക്തിപരമായൊരു കാര്യത്തിന് വേണ്ടി എൻ്റെ ഫോണിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. എത്രയോ ഫോണുകളും വിളികളും വന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് മാറ്റിവെച്ച ആ ദിവസമാണ് ഞാൻ ഇവിടേക്ക് തന്നത്. ഇവിടുത്തെ ഒരു പ്രാധാന്യം പരിഗണിച്ച് പോകുന്ന മാത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മതാണ്. എങ്ങനെ ചെയ്യാന്നാണ്? ബാംഗ്ലൂരിൽ മെഡിക്കൽ കോളേജിലൊരു വിദ്യാർത്ഥി, 3ാമത്തെ കൊല്ലാണ് MBBS, ചെവിയിൽ ഇയർഫോൺ വെച്ച് കാണുന്നതൊക്കെ വായിലിട്ട് ചവച്ച് വാപ്പ തന്ന പൈസയിട്ട് ജീവിതം അനുഭവിക്കുകയാണ്. അപ്പോൾ കൂടുള്ളൊരു സഹപാഠിക്കൊരു ചെറിയ സഹതാപം. അവനെന്തിച്ചാൽ 1 മണിക്കൂർ പ്രസംഗം, അവൻ്റെ ഫോണിലുണ്ടായിരുന്നൊരു പ്രസംഗം ബ്ലൂടൂത്ത് വഴി അവന് കൈമാറി കൊടുത്തു. ഏതോ ഒരു നല്ല സമയത്ത് ആ പ്രസംഗം വെച്ച് കേട്ടു. 1 പ്രാവശ്യമല്ല 10 പ്രാവശ്യം കേട്ട് പൂതിരാഞ്ഞിട്ട് അത് മാറിയിട്ട് ഞാൻ അവനെ പരിചയപ്പെട്ടു. അപ്പം അവനോട് പറഞ്ഞ 1ാമത്തെ വാക്കെന്താ അറിയൂ? രക്ഷിതാക്കളെ കേട്ടോളി, എൻ്റെ വാപ്പയാണ് എന്നെ കേടരുത് പറഞ്ഞ. 28 ലക്ഷമാണ് അയാൾ കൊടുത്തത് ബാംഗ്ലൂർ സീറ്റ് വാങ്ങാൻ. 28 ലക്ഷം റുപ്യ. +2 വരെ ഞാനൊരു നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. വാപ്പാക്ക് ഞാൻ ഡോക്ടറായാൽ മതി, ബാക്കി എന്താകണമെന്ന് വാപ്പാക്ക് പ്രശ്നമല്ല. സഹോദരങ്ങൾ, 1 മണിക്കൂർ പ്രസംഗം കൊണ്ട് ഒരു ആനൻ്റെ കാലുമ തളച്ചാൽ നിൽക്കാത്ത കരുത്തുള്ളൊരു ചെറുപ്പക്കാരനെ മാറ്റാൻ പറ്റുമെങ്കിൽ സഹോദരങ്ങൾ, ഈ സീഡിൻ്റെയും പ്രസംഗത്തിൻ്റെയൊക്കെ വില എത്രേ. ഇതൊരാളെ കൈ കൊണ്ടേ കൊടുക്കാൻ ഒരു ഞായറാഴ്ച 10 മിനിറ്റ് പോലെ. സഹോദരങ്ങളെ, ഏറ്റെടുത്തോളി. ആ മാറിയ വ്യക്തികളൊക്കെ പരലോകത്ത് നമുക്ക് കൂമ്പാരങ്ങൾ തരും, കൂമ്പാരങ്ങൾ. അതിനേക്കാളും നല്ലതൊന്നും നമുക്ക് ചെയ്യല്ല. നിങ്ങളെ വീട്ടിലെ 10 ആളെ വെച്ചൊരു ക്ലാസ് എടുത്താൻ പറ്റും, നാളെ തീരുമാനിച്ചൂടെ? അത് ഇതൊരു വിപ്ലവമാണ്, സ്വാർത്ഥതയോടെ മുന്നേറേണ്ട കാര്യം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഏറ്റവും നല്ല വാക്ക് പറഞ്ഞ ആളാരാ? അള്ളാഹുലേക്ക് ക്ഷണിക്കും. അള്ളാഹുലേക്ക് ഒരാൾക്ക് താല്പര്യം ഉണ്ടാക്കാൻ നമ്മളെ കണ്ടാൽ പറ്റൂ. നമ്മളങ്ങനെ കണ്ട ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുമെങ്കിൽ നമുക്കൊരു കൂലി ഉണ്ടാവും. നമ്മളൊരു വാക്ക്, ഒരു പെരുമാറ്റം, ഒരു പ്രതിഫലം ഉണ്ടാവും. സഹോദരങ്ങൾ, ദീർഘിപ്പിക്കുന്നതിൽ അസ്ര നിസ്കരിക്കാതെ നമ്മൾ നിൽക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് വിശ്വാസം ശരിയാക്കിക്കോളി, ആരാധനകൾ പഠിച്ച് പ്രവർത്തിച്ചോളി. എന്തേലും നിസ്കരിക്കേണ്ട, ശരിക്കുള്ള നിസ്കാരം നിസ്കരിച്ചോളി, പഠിച്ചോളി. തികഞ്ഞവരായി നിൽക്കണ്ട. പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടാനുള്ള ലക്ഷണം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു നമ്മളെക്കൊണ്ട് നല്ലതാണോ വിചാരിച്ചത് എന്ന് അറിയാനുള്ള ലക്ഷണം നോക്കാൻ റസൂലുള്ള പറഞ്ഞ എന്താണെങ്കിൽ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹ് ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ അവൻ അവഗാഹം നൽകുന്നതാണ്. ദീന് പഠിക്കാനൊരു താല്പര്യം മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചോളി. ഒരു CD കേൾക്കാനുള്ള താല്പര്യം, ഒരു പ്രസംഗം കയറുന്ന പോകാനുള്ള താല്പര്യം, ജുമാൻ്റെ ഖുത്ബ കേൾക്കാൻ ജുമാ തുടങ്ങേണ്ട 5 മിനിറ്റ് മുമ്പ് തന്നെ അവിടെ എത്ര എന്നുള്ളൊരു താല്പര്യം, ഒരു വിചിന്തനം വന്നാൽ വായിക്കാനുള്ള താല്പര്യം, ഒരു പുതിയ CD കിട്ടിയാൽ അതും പിടിച്ച് വീട്ടിൽ കോടാനുള്ള ഒരാവേശം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സമാധാനിച്ചോളി. സഹോദരങ്ങളെ, വന്ന സദസ്സിനും കൂടി ഇരുന്ന് ഉറങ്ങുകയാണെങ്കിൽ നല്ലോണം ബേജാറായിക്കൂടി. അവനാനെ കുറിച്ചിട്ട് നല്ലോണം ബേജാറായിക്കൂടി. നമുക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. ഈ മാറ്റം നിങ്ങൾ ഉൾക്കൊള്ളുക സഹോദരങ്ങളെ. ഈ ഒത്തുചേരൽ നമുക്കതിനു സാധ്യമാകണം. ജീവിതത്തിൻ്റെ എല്ലാ ചർച്ചകളും അവസാനിക്കുന്ന, എല്ലാം നിർത്തിവെക്കുന്ന ഒരു വാർത്ത, അതാണ് മരണവാർത്ത. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പദ്ധതികൾക്കും തിരശ്ശീല വീഴുന്ന അനുഭവങ്ങളെ ഛേദിച്ചു കളയുന്ന മരണം, മാറി നിൽക്കാൻ പറ്റാത്ത മരണം, സ്ഥലം പറയാൻ പറ്റാത്ത മരണം,
വരുന്നുണ്ടോ എന്നറിയാൻ പറ്റാത്ത മരണം. ആ മരണത്തിന് മുമ്പ് നല്ലൊരു വിശ്വാസവുമായി നല്ലൊരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് ഈ സംഗമം. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ പുതിയതുണ്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതാണ് പ്രതിഫലം. അത് ഉൾക്കൊണ്ട് ഒരു പുതുമയോടുകൂടെ, ഉണങ്ങി നിൽക്കുന്ന ചെടിക്ക് വെള്ളം കിട്ടിയ ഒരു പുതിയ ഉണർവോടുകൂടെ, ഇലകൾ ഒന്നുകൂടെ വിരിഞ്ഞ് ഒന്നാവേശത്തോടെ ഉണർന്ന് നാളെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനും ഒരു 3 റക്അത്ത് വിത്തരെങ്കിലും നിസ്കരിക്കാനും സഹോദരിമാരെ വസ്ത്രം ഒന്ന് അയച്ചിടാനും കൈയൊന്ന് മുഴുവനാകാനും മാറിലേക്ക് മഫ്തകളൊന്ന് ഇറങ്ങി നിൽക്കാനും ഒക്കെ നമുക്ക് പറ്റിയാൽ സഹോദരങ്ങളെ, അതേ പരലോകത്ത് നമുക്കുണ്ടാകും. ഞാൻ ഇവിടെ നിന്ന് കേട്ട കാര്യങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്ക് നീ അവസരം സൃഷ്ടിക്കണമേ നാഥ. എല്ലാ രഹസ്യങ്ങളും ബോധ്യപ്പെടുത്താൻ നിൻ്റെ മുമ്പിലേക്ക് മരണത്തോടുകൂടെ വരുമ്പോൾ നീ തൃപ്തിപ്പെട്ട ആത്മാക്കളിൽ, സമാധാനമടഞ്ഞ ആത്മാക്കളിൽ നമ്മളെ ഞങ്ങളെ നീ ഇഷ്ടപ്പെട്ട ആത്മാക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ രക്ഷിതാവേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.